വാർത്തകൾ നിറയുന്നതിനപ്പുറത്തേക്ക് ആ ലേഔട്ടിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. ഒന്നാം പേജും വളരെ വലിയൊരു ഒന്നാം പേജ്. താക്കീതുമായി ഇന്ത്യ അതിർത്തിയിൽ അതീവ ജാഗ്രത എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ത്യ പാക് ചർച്ചയിൽ വെടിനിർത്തലിൻ്റെ ധാരണ ലംഘിച്ച് വീണ്ടും പാക് പ്രകോപനം. എന്തായാലും ഒന്നാം പേജ് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഉൾപേജിലേക്ക് പോയാൽ വളരെ വിശദമായി തന്നെ ഈ ഹെഡിങ് പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും മനോരമയിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഈ പത്രങ്ങളിൽ നിന്ന് ഒരുപക്ഷെ മറ്റു വാർത്തകളിലേക്ക് പോകണമായിരുന്നു. വിരൽ കാഞ്ചിയിൽ തന്നെ, അതാണ് ഒരുപക്ഷെ 6-ാം പേജും 7-ാം പേജും ചേർത്ത് വെച്ചുകൊണ്ടുള്ള മനോരമയുടെ ഒരു വലിയ സെൻട്രൽ സ്പ്രെഡ് ഉൾക്കൊള്ളുന്നത് അങ്ങനെയാണ്. വിരൽ കാഞ്ചിയിൽ തന്നെ എന്ന് പറയുന്നത്. പിന്നെ മിന്നൽ പ്രഹരം, അതായത് ഇന്ത്യയുടെ പ്രഹരം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഓർമ്മയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മെയ് 7-ാം തീയതി ഇന്ത്യ 9 കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം, അതിന് തുടർച്ചയായി ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ്റെ എയർ ബേസുകൾ 4 എയർ ബേസുകൾ ആക്രമിച്ച് തകർക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് വിരൽ കാഞ്ചിയിൽ തന്നെ എന്നുള്ള ഹെഡിങ്ങും. ഇന്ത്യയും പാകിസ്ഥാനും രമ്യതയായെന്നോ സമാധാനം പാലിക്കാൻ തീരുമാനിച്ചെന്നോ പറയാറായിട്ടില്ല, അതിനു രാഷ്ട്രീയ തലത്തിൽ ചർച്ചകൾ നടക്കണം എന്ന മനോരമയുടെ ആ തലവാചകത്തിനൊപ്പമുള്ള വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതൊരു എഡിറ്റോറിയൽ ഹെഡിങ് ആയിട്ട് വേണം കാണാൻ. കാരണം ഇത് എഡിറ്റോറിയൽ പേജാണ്. ആ എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയലിന് പകരം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ്. അത് ഒന്നുകൂടി ഞാൻ വായിക്കാം. അതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയും പാകിസ്ഥാനും രമ്യതയായെന്നോ സമാധാനം പാലിക്കാൻ തീരുമാനിച്ചെന്നോ പറയാറായിട്ടില്ല, അതിന് രാഷ്ട്രീയ തലത്തിൽ ചർച്ചകൾ നടക്കണമെന്നതാണ്. കാരണം അത് വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്.